ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്നത്തെ പുതിയ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. നമ്മുടെ വാഴയിലയിൽ അയിലമീൻ പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അയിലമീൻ പൊള്ളിക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 അയിലമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/2 കിലോയോളമുണ്ട്. ഞാനിവിടെ തലയോട് കൂടി തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട വിനാഗിരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം കൂടി നമുക്ക് മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മീൻ നല്ലതുപോലെ വരഞ്ഞെടുക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊന്നും മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുഴുവൻ മീനും മസാല തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ബാക്കി എണ്ണയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മീൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകണ്ട കേട്ടോ. ആവശ്യത്തിന് മുരിഞ്ഞു വന്നാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് കഴിക്കുമ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് മുരിച്ചെടുക്കരുത്. അപ്പം നമ്മുടെ ആദ്യത്തെ 4 മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ മീനും ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവോള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 ചെറിയുള്ളി, 4 പച്ചമുളക്, 4 തണ്ട് കറിവേപ്പില, ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, വലിയൊരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം നമ്മൾക്ക് ആദ്യം മസാല തയ്യാറാക്കിയെടുക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ പാനിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത് കേട്ടോ. നമ്മൾ വാഴയിലയിലാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇവയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം ഇവയെല്ലാം കൂടി ഒരു കുഴമ്പ് രൂപത്തിൽ വന്നത് കണ്ടില്ലേ? നമ്മുടെ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാട്ടോ ഇതുപോലെ ആയിട്ടുള്ളത്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീരുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വിനാഗിരി തന്നെ യൂസ് ചെയ്യുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുക്കാം കേട്ടോ. വാഴയില ഞാനൊന്ന് ആദ്യം വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നാലേ നമ്മൾക്ക് മടക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വാഴയിലയിൽ ഇതുപോലെ മസാല നിരത്തി കൊടുക്കുക. അതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് മസാല നിരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് വാഴയുടെ നാര് കൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ട് വാഴനാര് കൊണ്ട് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ മീനും ഇതേപോലെ നമ്മൾക്ക് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മീനും ഇതേപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾക്ക് വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം 3 എണ്ണമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. തീ അങ്ങ് കൂട്ടി കൊടുക്കരുത്. അപ്പം നമ്മുടെ ഉള്ളിലെ മസാലയും മീനൊന്നും യോജിച്ച് വരില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ടേസ്റ്റിയായ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 വശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി മണമാണ് വരുന്നത്, നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കാനാണ് തോന്നുന്നത്. കണ്ടില്ലേ, തുറന്ന് നോക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മീൻ പൊള്ളിച്ചതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ. ഇതിൻ്റെ മസാലയും മീനും കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മീൻ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്